ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാൻ അലവിക്കുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബനാന ഫ്രൈ ആണ്. പഴംപൊരി. അത് തായ്ലൻഡ് മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തായ് ബനാന ഫ്രൈ ആണ്. അത് നമ്മുടെ ഇന്ത്യൻ ഫ്രൈയുമായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. അപ്പോൾ തായ് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങാപ്പാൽ, ആവശ്യത്തിന് പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 1 കപ്പ് തേങ്ങ ചിരകിയത്, തേങ്ങ പീര എന്ന് പറയും, അത് എല്ലാം കൂടെ ചേർത്ത് ഷുഗറും കൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഏതെങ്കിലും ഒന്നും ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ല ചൂടായി വരുമ്പോൾ ഇതിൽ ഓരോരോ പഴങ്ങളെടുത്ത്, നേന്ത്രപ്പഴമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരോ പഴം ഇങ്ങനെ മുക്കിയിട്ട് ആ ഓയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കുക. നമ്മളെ നാടൻ പഴംപൊരിമാതിരിയാണ് ഈ തായ്ലൻഡുകാരുടെയും പഴംപൊരി. അത് ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലിലല്ല അത് ഉണ്ടാക്കുന്നത്. അവർ തേങ്ങാപ്പാലും തേങ്ങ ചിരകിയതും കൂടെ ഉപയോഗിക്കും, തേങ്ങാപ്പീരയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ മാവ് കലക്കുന്നത് വെള്ളത്തിലാണ് മാവ് കലക്കുന്നത് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഓക്കെ, നിങ്ങൾ വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അബു ഷൈമ കിച്ചൻ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഓരോരോ രാജ്യത്തിൻ്റെയും സ്പെഷ്യൽ റെസിപ്പികൾ ഞങ്ങളുടെ ചാനലുണ്ട്. അറബിക്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഓൾ. ഓക്കെ, എല്ലാ ഐറ്റംസും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പ്ലീസ് എല്ലാവരും വിസിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.